പൈസ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാ, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. അബൂദർ കള്ളുകുടിയനും വ്യഭിചാരിയും നിസ്കരിക്കാത്തവനും അഹങ്കാരിയുമല്ല. ആരാണ് അബൂദർ എന്നറിയോ? സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ, സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ. അബൂദറിന്റെ മഹത്വം അറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ ഇങ്ങനെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. ആരാ ചോദിക്കുന്നത്? അതാ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഅ ശറഫിൽ അർദി. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏഴ് ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ആ പാവപ്പെട്ടവന്റെ പേര് പറയും നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള സ്വഹാബിയാ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നന്നാകണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ നിസ്കരിക്കാൻ മടിയുള്ളവന്, അഹങ്കാരികളെ പോലെ നടക്കുന്നവന്, ഒരിക്കലും നന്നാകില്ലെന്ന് കരുതുന്നവന് നിനക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നാളെ പകല് നിനക്കൊന്ന് പോകാൻ പറ്റുമോ? രാത്രിയിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ പടച്ചവനെ ഒരു 10-11 മണിയാകുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്ക് ഒറ്റയ്ക്കൊന്ന് പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ സഹോദരാ? നമുക്ക് പേടിയാ അവിടെ പോകാൻ, പള്ളിപ്പറമ്പിൽ പോകാ പേടിയാ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നന്നാകാനുള്ള എളുപ്പവഴി പറഞ്ഞു തന്നത് ഖബർ സിയാറത്ത് ചെയ്യാനാ. ആ പള്ളിപ്പറമ്പിൽ ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടപ്പുണ്ട്. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ഞാനാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പലരും ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അവന്റെ തലയിലെ, അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ട് അവന്റെ കബറിന്റെ മുകളിൽ ചെടികൾ നിൽക്കുകയാ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത് കബറിന്റെ ചാരത്ത് പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ, സീരിയൽ കാണുന്നത് നിർത്താൻ പറ്റുന്നില്ല, എന്റെ മോശമായ സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. നീ പള്ളിപ്പറമ്പിൽ പോകണ്ട പെങ്ങള്. നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ? മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ? പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്ത് കടത്തി കഴിഞ്ഞാൽ നീ കൂടെ വന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു പോകുമ്മാ. നീ കൂടെ അതിനകത്തേക്കൊന്ന് കടന്നു ചെല്ല്. പടച്ചവനെ, നിന്റെ അഹങ്കാരം മാറുമല്ലോ, നിന്റെ സീരിയൽ കാണല് മാറുമല്ലോ, നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുമല്ലോ. നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാ കിടന്ന് പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിന്റെ ജനാസ നിനക്ക് കാണാ. അത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്നാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പറയുന്നു, കബർ കളിക്കാനുള്ള സ്ഥലമല്ല, തമാശ പറയാനുള്ള സ്ഥലമല്ല.